എൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം പൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാൻ 3 ചേർത്തത്. എരിവില്ലാത്താണെങ്കിൽ ഒരു 4-5 ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ 2 സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പും പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് സംഭവം എളുപ്പമാണ്, അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കറികൾ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ കറിയാണ് കേട്ടോ. കറിയല്ല, ഇത് എന്താ പറയുക, ഒരു ചട്നി മാതിരിയാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു ഗ്രൈൻഡിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ആകണ്ട. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചൊരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ചോറ് തീരുന്ന വഴി അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതൊരു ടാറ്റ ബൈ ബൈ.